തൃശൂർ ഇരിങ്ങാലക്കുടയിൽ നടന്ന കലുങ്ക് സംവാദം പരിപാടിയിൽ സഹായം ചോദിച്ച വയോധികയെ അപമാനിച്ച് സുരേഷ് ഗോപി. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ ലഭിക്കണം എന്ന ആവശ്യവുമായാണ് വയോധിക എത്തിയത്. ചേച്ചി, അധികം വർത്തമാനം പറയേണ്ട, ഇഡിയിൽ നിന്ന് പണം ലഭിക്കാൻ മുഖ്യമന്ത്രിയെ സമീപിക്കാൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകാൻ വഴി അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ പത്രക്കാരോട് ചോദിക്കാനായിരുന്നു സുരേഷ് ഗോപിയുടെ പരിഹാസം. ഇഡി പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട്. അത് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത്. നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് ചേച്ചി അധികം വർത്താനം പറയല്ലേ. നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് പറയുക, ഇഡി ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാതെ. അതെ 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 അതാ ഞാനിപ്പോ പറഞ്ഞു. നിങ്ങളുടെ മുഖ്യമന്ത്രി അടുത്ത് പോയി ഇഡി പിടിച്ചെടുത്ത കാശ് ചേച്ചി മാത്രമല്ല, ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. എന്തോ മൂന്ന് പേർക്ക് മരണം സംഭവിച്ചിട്ട് ആരാണ് വ്യക്തിപരമായി പോയി സഹായിച്ചതെന്ന് ഒന്ന് ആലോചിക്കണം, അന്വേഷിക്കണം. അതുകൊണ്ട് അല്ല പറയുന്ന എല്ലാം വളരെ കർശനമായി തന്നെ പറയും. അതിനകത്ത് ദയയും കരുണയും ഇല്ല. ഇത് ഇഡി പിടിച്ചെടുത്ത കാശ് തിരിച്ച് ബാങ്കിലിട്ട് നിങ്ങൾക്ക് തരാനുള്ള സംവിധാനം ഒരുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ പണം സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട്. പരസ്യമായിട്ടാണ് പറയുന്നത്. അതിന് നിങ്ങളുടെ MLA കാണണം. അപ്പൊ പിന്നെ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കും. അതൊരു ഇവിടെ നിങ്ങളുടെ മന്ത്രി ഇവിടല്ലേ താമസിക്കുന്നത്? അല്ലല്ല, ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ്. ഞാൻ അതിനുള്ള മറുപടിയും തന്നു കഴിഞ്ഞു. ഇതേ പറ്റും. നിങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ആ തുക സ്വീകരിക്കാൻ പറ, എന്നിട്ടത് നിങ്ങൾക്ക് വീതിച്ചു തരാൻ. ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ലെവിൻ, ആ സ്ത്രീയുടെ ചോദ്യങ്ങൾക്ക് ഏത് രീതിയിലാണ് ഒരു മന്ത്രി, കേന്ദ്ര സഹമന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ ഉത്തരം എന്നുള്ളതാണ്. അതിൽ ഏറ്റവും അവസാനം നിങ്ങളുടെ മന്ത്രിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അല്ല, ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ് ഈ സുരേഷ് ഗോപിയുടെ ഈ വാക്കുകളെ നമുക്ക് ഏത് രീതിയിലാണ് ഈ സമയത്ത് വ്യാഖ്യാനിക്കാൻ സാധിക്കുക? സ്വാതി, കഴിഞ്ഞ ദിവസം പുള്ളിലെ വയോധികനായിട്ടുള്ള കൊച്ചു വേലായുധനായിരുന്നെങ്കിൽ ഇത്തവണ ഇരിങ്ങാലക്കുട പൊറത്തുശ്ശേരിയിലെ ആനന്ദവല്ലി എന്ന വയോധികയ്ക്കാണ് പൊതുമധ്യത്തിൽ വെച്ച് ഒരു ജനപ്രതിനിധിയിൽ നിന്നും അപമാനം ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. അദ്ദേഹത്തോട് അവസാനം ആ സ്ത്രീ ചോദിച്ചത്, ഞങ്ങൾ പരാതി പറയേണ്ടത് ഞങ്ങളുടെ മന്ത്രിയല്ലേ, താങ്കൾ സാറിനോടല്ലേ പരാതി പറയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി നമ്മൾ കേട്ടതാണ്. ഞാൻ ഈ രാജ്യത്തിൻ്റെ മന്ത്രിയാണ്, നിങ്ങളുടെ മന്ത്രിയല്ല. മറ്റേതോ ഭൂഖണ്ഡത്തിൽ നിന്ന് വന്ന ഒരു സ്ത്രീയോട് സംസാരിക്കുന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഒരു പൊതുപ്രവർത്തകൻ സംസാരിക്കേണ്ട ഭാഷാശുദ്ധിയോ മര്യാദയോ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലില്ല എന്ന് ഓരോ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നതാണ്. പക്ഷേ ഇത്തവണ അത് സാധാരണക്കാരന് മുകളിൽ ഇത്തരത്തിലുള്ള വാക്പ്രയോഗങ്ങളൊക്കെ നടത്തുമ്പോൾ ഒരു മന്ത്രിക്ക് ഭൂഷണമാണോ അത്തരം കാര്യങ്ങൾ എന്നുള്ള കാര്യം അദ്ദേഹം ചിന്തിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരെങ്കിലും ചിന്തിക്കേണ്ടതാണ്, അദ്ദേഹത്തെ തിരുത്തേണ്ടതാണ് എന്നുള്ളതാണ് നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണ പൊതുമധ്യത്തിൽ വെച്ച് സുരേഷ് ഗോപിയിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രയോഗത്തിലൂടെ അപമാനിതയായത് ഇരിങ്ങാലക്കുട സ്വദേശിയായ, പൊറത്തുശ്ശേരി സ്വദേശിയായ 62 വയോധികയായിട്ടുള്ള ആനന്ദവല്ലി എന്ന സ്ത്രീയാണ്. കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന പണം മടക്കി കിട്ടുന്നതിന് വേണ്ടി സുരേഷ് ഗോപിയുടെ സഹായം തേടിയപ്പോഴാണ് തൻ്റെ നെഞ്ചത്തേക്കല്ല കയറേണ്ടത്, നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കൂ, ഈ പണം ലഭിക്കാൻ മുഖ്യമന്ത്രിയോടാണ് ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ ഇരിങ്ങാലക്കുടയിൽ താമസിക്കുന്ന മന്ത്രി കെ ബിന്ദുവിനോട് ചോദിക്കുക. അതുമല്ലെങ്കിൽ ഈ പണം സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. ഇഡി പിടിച്ചെടുത്തിരിക്കുന്ന പണം സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നുള്ളൊരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകാൻ തനിക്ക് വഴി അറിയില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ആംഗ്യ ഭാഷയിലൂടെയാണ് മറുപടി നൽകുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ട്.